നമ്മൾ എടുക്കുന്നത് +1 കെമിസ്ട്രിയിലുള്ള പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ ബ്ലോക്സിനെ കുറിച്ച് പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ബ്ലോക്സ് ഓഫ് എലമെൻറ്റ്സ് അല്ലെ. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്, പി ബ്ലോക്ക് എലമെൻ്റ് ഉണ്ട്, അതുപോലെ ഡി ബ്ലോക്ക് എലമെൻറ്റ്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്. ലാസ്റ്റ് ഇലക്ട്രോൺ, അതായത് വാലൻസ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പീരിയോഡിക് ടേബിളിലെ ഓരോ ബ്ലോക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. If the last electrons is enter into S subshell, it is called S block element. If the last electron enter into P subshell, it is called P block element. ലാസ്റ്റ് ഇലക്ട്രോൺ ഡിയിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഡി ബ്ലോക്ക്, എഫിലാണെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുന്നു. ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും ഒക്കെ നമുക്ക് അടുത്ത വർഷം +2 മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റിൽ തന്നെ പി ബ്ലോക്ക് എലമെൻറ്റ് മുഴുവനായിട്ടില്ല. പി ബ്ലോക്കിലുള്ള ആദ്യത്തെ 2 ഗ്രൂപ്പ് മാത്രമേ പഠിക്കാനുള്ളൂ. ശരി, ഏതൊക്കെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? പി ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് നമ്പർ 13 തൊട്ട് ഗ്രൂപ്പ് നമ്പർ 18 വരെ വരുന്ന എലമെൻസിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 13 to 18 ഇതാണ് ജനറലി പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 13 എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണത്? ബോറോൺ ഫാമിലിയാണ് 13th ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ്, ബോറോൺ ഫാമിലി. ആൻഡ് 14th ഗ്രൂപ്പിലാണെങ്കിൽ കാർബൺ ഫാമിലി. ആൻഡ് 15th ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റ് നൈട്രജൻ ആണ്, ദർഫോർ ഇറ്റ് ഈസ് നൈട്രജൻ ഫാമിലി. 16th ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റ് ഓക്സിജൻ ആണ്, ഓക്സിജൻ ഫാമിലി. 17th ഗ്രൂപ്പ് ഫസ്റ്റ് എലമെൻറ്റ് ഫ്ലൂറിൻ ആണ്, ദറ്റ് ഈസ് ഹാലജൻസ്. ആൻഡ് 18th ഗ്രൂപ്പ് എലമെൻ്റ് ആണ് ലാസ്റ്റ് വൺ. ഫസ്റ്റ് എലമെൻറ്റ് ഏതാ? ഹീലിയം ആണ്, ഹീലിയം. നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ്, ഇറ്റ് ഈസ് നോബിൾ ഗ്യാസ്. ഓരോ ഗ്രൂപ്പ് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ബോറോൺ ഫാമിലി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിന് വേറെ പേരൊന്നുമില്ല. ബോറോൺ ടു ബോറോൺ ഫാമിലി, ഇറ്റ് ഈസ് ബോറോൺ ഫാമിലി. ബോറോൺ ഫാമിലിയിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ബോറോൺ, അലൂമിനിയം Al, ഗാലിയം Ga എന്നാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം In ആൻഡ് താലിയം Tl. അപ്പോൾ ഇതാണ് ബോറോൺ ഫാമിലിയിലുള്ള എലമെൻറ്റ്സ്. അതിൽ ബോറോൺ ഫാമിലി 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. എത്രയാണ് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്? വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് ആണ് വരിക. പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ -10 ചെയ്താൽ മതി. വാലൻസ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ എത്രയാണോ ആ ഗ്രൂപ്പ് നമ്പർ -10 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്തായി? ഗ്രൂപ്പ് നമ്പർ 13 ആണ്. 13 - 10 3 ആയി. ആൻഡ് 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇറ്റ് ഈസ് കോൾഡ് കാർബൺ ഫാമിലി. കാർബൺ ഫാമിലി, കാർബൺ ഫാമിലിയിൽ കാർബൺ ഉണ്ട്, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്, ഇതാണ് എലമെൻറ്റ്സ്, കാർബൺ ഫാമിലിയുള്ള എലമെൻറ്റ്സ്. എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? ഗ്രൂപ്പ് നമ്പർ 14 ആണ്. അപ്പോൾ 14 - 10 വരും, 4 ഇലക്ട്രോൺസ് വരും വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ്. 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇറ്റ് ഈസ് നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, നൈക്കോജൻസ് എന്നൊരു പേര് കൂടിയുണ്ട്. നൈക്കോജൻസ്, നൈക്കോജൻസ്. നൈക്കോ എന്ന് പറഞ്ഞാൽ PNiCO ആണ്. നൈക്കോ, നൈക്കോ എന്ന് പറഞ്ഞാൽ ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസസ് ആണ്, അതായത് ചോക്കിംഗ് ഗ്യാസസ്, ശ്വാസം മുട്ടിക്കുന്ന ഗന്ധമുള്ള വാതകങ്ങളാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത്. അത് നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, ഇതാണ് നൈട്രജൻ ഫാമിലിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്ര അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് വരിക? 5 വരും. 5 വാലൻസ് ഇലക്ട്രോൺസ് വരും. നെക്സ്റ്റ് 16th ഗ്രൂപ്പ് എലമെൻറ്റ് ദറ്റ് ഈസ് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലി എന്ന് പറയുന്നത് ചാൽക്കോജൻസ് ആണ്. ചാൽക്കോജൻസ്, ഓക്സിജൻ ഫാമിലി, ചാൽക്കോജൻസ്. ചാൽക്കോ എന്ന് പറയുന്നത് ഓറാണ്, മിനറൽസ്, ഓർ ഫോമിങ് സബ്സ്റ്റൻസ്, അതാണ് ചാൽക്കോജൻസ് എന്ന് വരുന്നത്. ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. വാലൻസ് ഇലക്ട്രോൺ 6 വരും. 6 ഇലക്ട്രോൺസ് ആണ് അതിലുണ്ടാവുക.
നെക്സ്റ്റ് 17th ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹാലോജൻസ്. 17th ഗ്രൂപ്പ് എലമെൻ്റ് ആണ് ഹാലോജൻസ്. ഫ്ലൂറിൻ, രണ്ടാമത്തത് ക്ലോറിൻ Cl, നെക്സ്റ്റ് ബ്രോമിൻ Br ആൻഡ് അയോഡിൻ I, അസ്റ്റാറ്റിൻ At. ബാലൻസ് ഇലക്ട്രോൺസ് എത്ര വരും? 17th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്, ദർഫോർ 7 ഇലക്ട്രോൺസ് വരും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 13 to 17 ആയി. പിന്നെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് ഹീലിയമാണ്. ദെൻ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, xenon, radon. Valence electrons 8 ആണ്, 8 electrons. So these are p block elements. Group number 13 to 18th group elements. അതിൽ 13th ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. കോൾഡ് ബോറോൺ ഫാമിലി ആൻഡ് ഇറ്റ്സ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 3. ഇപ്പോൾ 13th ഗ്രൂപ്പിലെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 3 ആണ്. 14th ഗ്രൂപ്പ് കാർബൺ ഫാമിലി, കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ്. കാർബൺ ഫാമിലി 14th ഗ്രൂപ്പ്, വാലൻസ് ഇലക്ട്രോൺ 4. 15th ഗ്രൂപ്പ് എലമെൻറ്റ് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ആൻറ്റിമണിയുടെ അതിൻ്റെ സിമ്പൽ SB ആണ്, SB ആൻറ്റിമണി. 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് 15th ഗ്രൂപ്പ്. 16th ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം TE. ഇത് പൊളോണിയമാണ് PO. 16th ഗ്രൂപ്പ് വാലൻസ് ഇലക്ട്രോൺ 6 വരും. ആൻഡ് 17th ഗ്രൂപ്പ് ഹാലജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. 7 ഇലക്ട്രോൺസ് വരും, വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് 17th ഗ്രൂപ്പാണ്. ആൻഡ് ലാസ്റ്റ് 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണിത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, xenon, റഡോൺ. 8 വാലൻസ് ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2 NP1 to 6 ആണ്. NS2 NP1 to 6, അതായത് NS S ഓർബിറ്റൽ ഫീൽഡ് ആണ്. പിയിലാണ് ഇലക്ട്രോൺ സെൻറ്റർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ P1 വരാം, P2 വരാം, P3 വരാം, P4 വരാം, P5, P6 വരെ വരാം. പി ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ NS2 NP1 to 6 ആണ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്. ഇത് ഒബേ ചെയ്യാത്ത ഒരാളാണ് എക്സെപ്റ്റ് ഹീലിയം. ഹീലിയം നമ്മൾ പി ബ്ലോക്കിൻ്റെ കൂടെ തന്നെയാണ് എഴുതുന്നത്, 18th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. പക്ഷേ ഹീലിയത്തിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 ആണ്. 1s2. ഹീലിയത്തിൽ ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. പി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, അപ്പോൾ പി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല എങ്കിലും നമ്മൾ അതിനെ ഉൾപ്പെടുത്തുന്നത് എവിടെയാണ്? നോബിൾ ഗ്യാസിൻ്റെ കൂടെയാണ്. കാരണം ഹീലിയം ഒരു നോബിൾ ഗ്യാസ് ആണ്. ഹീലിയത്തിന് നിയോണിൻ്റെയും ആർഗണിൻ്റെയും ക്രിപ്റ്റൻ്റെയും അതേ പ്രോപ്പർട്ടി തന്നെയാണുള്ളത്. റിയാക്ടിവിറ്റി ഏറ്റവും കുറവാണ്. അതുകൊണ്ടാണ് ഹീലിയത്തെ നമ്മൾ നോബിൾ ഗ്യാസിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത്, പി ബ്ലോക്കിൻ്റെ ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ നോബിൾ ഗ്യാസസ്. ഇതിൽ നമ്മൾ ആദ്യത്തെ 13th ഗ്രൂപ്പ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 13th ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 13th ഗ്രൂപ്പിൽ ആകെ 3 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 വരും. 2 1 3 ഇലക്ട്രോൺസ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3 എണ്ണമാണ്. 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് എത്രയാണ് വരിക? NS2 NP2 വരും. കാരണം അതിൻ്റെ വാലൻസിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ NS2 NP2. അടുത്ത 15th ഗ്രൂപ്പ് എലമെൻ്റ് ആണെങ്കിലോ NS2 NP3 വരും. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3 2 5 ഇലക്ട്രോൺ ആണ് വാലൻസിൽ ഉണ്ടാവുക, 5. 16th ഗ്രൂപ്പ് എലമെൻറ്റ്സ് വാലൻസിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP4 വരും. 6 ഇലക്ട്രോൺസ് വരണം, NS2 NP4. ആൻഡ് 17th ഗ്രൂപ്പ് എലമെൻറ്റ് വാലൻസിൽ 7 ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP5 വന്നു, NS2 NP5. ലാസ്റ്റ് 8 ഇലക്ട്രോൺസ് വരുന്ന നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് വരുമ്പോഴേക്ക് പി ഓർബിറ്റൽ ഫിൽഡായി. NS2 NP6. കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നോബിൾ ഗ്യാസിന് ഉണ്ടാവുക. നോബിൾ ഗ്യാസ് ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. S ഓർബിറ്റൽ
ഫിൽഡ് ആണ് 2 ഇലക്ട്രോൺ, പി ഓർബിറ്റലും ഫില്ലാണ് 6 ഇലക്ട്രോൺ. അപ്പോൾ നോബിൾ ഗ്യാസ് എത്തുമ്പോഴേക്ക്, അതായത് പീരിയോഡിക് ടേബിൾ ഏറ്റവും റൈറ്റ് സൈഡിൽ എത്തുമ്പോഴേക്ക് ആ ഗ്രൂപ്പ് ഫിൽഡായി, കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നോബിൾ ഗ്യാസിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് നോബിൾ ഗ്യാസ് ഹൈലി സ്റ്റേബിൾ ആവുന്നത്, ലെസ് റിയാക്ടിവിറ്റി ഒക്കെ വരുന്നത് ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതുകൊണ്ട്. പക്ഷേ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർക്കില്ല? ഹീലിയത്തിനില്ല, ഒന്നാമത്തെ എലമെൻ്റായ ഹീലിയത്തിനില്ല. അത് 1s2 മാത്രമേ ഉള്ളൂ. പക്ഷേ അതും ഫുള്ളി ഫിൽഡ് തന്നെയാണ്, കംപ്ലീറ്റ്ലി ഫിൽഡാണ്. എസ് കംപ്ലീറ്റ്ലി ഫിൽഡാണ് വരുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ +1 പി ബ്ലോക്കിൽ 13th ഗ്രൂപ്പ് എലമെൻറ്റ് ബോറോൺ ഫാമിലിയും 14th ഗ്രൂപ്പ് എലമെൻറ്റ് കാർബൺ ഫാമിലിയും മാത്രമേ പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അടുത്ത വർഷം മാത്രമേ ഉള്ളൂ. 15, 16, 17, 18 വരുന്നത് നെക്സ്റ്റ് ഇയറിലുള്ള പി ബ്ലോക്കിലാണ്. ഈ വർഷം 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആൻഡ് 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് നോക്കാലോ. സോ ആദ്യമായിട്ട് പി ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ 2 ഗ്രൂപ്പാണ്. അവരുടെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു, മനസ്സിലായി, അവരുടെ പേര് കണ്ടു. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കണ്ടത്. ഇനി ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് with a difference of 2 unit. 2 യൂണിറ്റിൻ്റെ ഡിഫറൻസിലാണ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ കാണിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഇപ്പം നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 വരുന്നുണ്ട്, +3 വരുന്നുണ്ട്, -5 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, +5 വരുന്നുണ്ട്. ഓക്സിജൻ -2 ഉണ്ടാകാം, അതുപോലെ -4 ഉണ്ട്, -6 വരാം, അപ് ടു 6 വരെ വരാം, +4 വരാം, +2 വരാം. ഇതൊക്കെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 2 യൂണിറ്റിൻ്റെ ഡിഫറൻസിലാണ് ഇവർ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ടിന്ന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. 2 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. വേറൊരു എലമെൻ്റായ സൾഫർ 16th ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റാണ്. സൾഫർ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. 2 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് അവിടെയും കാണാൻ പറ്റുന്നത്. സോ ദേ ഷോസ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് എ ഡിഫറൻസ് ഓഫ് 2 യൂണിറ്റ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് താഴെയുള്ള എലമെൻറ്റ്സ്, ഇപ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന എലമെൻറ്റ്സ് ഹെവിയർ എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ്, they generally shows lower oxidation state. അവർ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പ്രിഫർ ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13th ഗ്രൂപ്പ് എലമെൻ്റ് എടുത്തു, ബോറോൺ ഫാമിലി എടുത്തു. ബോറോൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ഗാലിയം ഉണ്ട്, ഇൻഡിയം ഉണ്ട്, താലിയം ഉണ്ട്. ഇതിലെല്ലാവരും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. +1ഉം +3യുമാണ് ഇവരുടെ സാധാരണഗതിയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അലൂമിനിയം +3 ആണ് കൂടുതലും കാണിക്കുന്നത്, ബോറോൺ +3 കാണിക്കാം, ഗാലിയം +3 കാണിക്കാം, ഇൻഡിയം +1 +3 ഒക്കെ കാണിക്കാം. താലിയം +1 ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. താലിയവും +1 +3 കാണിക്കുന്നുണ്ട്, ബട്ട് +1 ആണ് മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന എലമെൻറ്റ്സ്, അതായത് ഹെവിയർ എലമെൻറ്റ്സ്, താഴെയുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ കൂടിയ എലമെൻ്റ് ആണ്, വലിയ എലമെൻറ്റ്സ് ആണ്. ആ ഹെവിയർ എലമെൻറ്റ്സ് ഷോസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹെവിയർ എലമെൻറ്റ്സ് പ്രിഫർ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഒരു പ്രോപ്പർട്ടിയാണ് അതിന് കാരണമാകുന്നത്, ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണത്. ഓക്കെ, ഹെവിയർ എലമെൻറ്റ്സ് ഷോസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഇനേർട്ട് പെയർ എഫക്റ്റ്. ഹെവിയർ എലമെൻറ്റ്സ് പ്രിഫർ ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലോവർ ആണ്, മെയിൻലി ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓക്കെ, ഇനേർട്ട് പെയർ എഫക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇനേർട്ട് പെയർ എഫക്റ്റ് താഴേക്ക് വരുന്ന, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇപ്പോൾ താലിയം ആണെങ്കിൽ താലിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക, ബോറോൺ ഗ്രൂപ്പ് നമ്പർ 2nd പീരീഡിൽ വരുന്ന എലമെൻ്റാണ് ബോറോൺ, 3rd പീരീഡിൽ അലൂമിനിയം,
4th പീരീഡിൽ ഗാലിയം, 5th പീരീഡിൽ ഇൻഡിയം, 6th പീരീഡിലാണ് ടാലിയം വരുന്നത്. അപ്പോൾ 6th പീരീഡ് എന്ന് പറഞ്ഞാൽ 6s2 6p1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. 6s2 6p1. ഈ താലിയത്തിൻ്റെയൊക്കെ കേസിൽ 6th പീരീഡ് എലമെൻ്റ് ആണെങ്കിൽ 6th പീരീഡിൽ ആര് വരുന്നുണ്ട്? 6th പീരീഡിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നുണ്ട്, ലാന്തനോയിഡ്സ് വരുന്നുണ്ട്. ലാന്തനോയിഡ്സ് ഉണ്ട്. അപ്പോൾ ലാന്തനോയിഡ്സ് 4f സീരീസ് എലമെൻറ്റ്സ് ആണ്. 4f ഓർബിറ്റൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് താലിയത്തിൽ ഇലക്ട്രോൺസ് പിയിലേക്ക് പോകുന്നത്. 4f ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് 6pയിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും താലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. 6s2 ഫില്ല് ചെയ്തിട്ടുണ്ടാകും, അത് കഴിഞ്ഞ് 4f ഓർബിറ്റൽ ഫില്ല് ചെയ്തിട്ടുണ്ടാകും, 4f14 ഉണ്ടാകാം, അതും കഴിഞ്ഞിട്ടാണ് 6pയിലേക്ക് ഇലക്ട്രോൺസ് പോയിട്ടുണ്ടാവുക, 6p1. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഡി ഓർബിറ്റലും കൂടി ഉണ്ടാവുക, ഡിയും കൂടി ഉണ്ടാവും. 5d10 ഉണ്ടാവും, അതും ഫില്ല് ചെയ്തതിന് ശേഷമാണ് 6pയിലേക്ക് ഇലക്ട്രോൺസ് പോയിട്ടുണ്ടാവുക, 6p1 വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ 6pയിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഒരു ഇലക്ട്രോൺസിനെ നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, 4f14 5d10 6s2 6p1 ഇതാണല്ലോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 6s2 6p1 ആണ് താലിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എസ് ഇലക്ട്രോൺ ശരിക്കും ന്യൂക്ലിയസുമായിട്ട് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോൺസാണ്. ന്യൂക്ലിയസിനടുത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഇലക്ട്രോൺസാണ്. ആ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് നന്നായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടാവും, ന്യൂക്ലിയസ് നന്നായിട്ട് അതിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജും ഈ എസ് ഇലക്ട്രോണും തമ്മിൽ. പി ഇലക്ട്രോൺ അത്രയ്ക്ക് അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പി ഇലക്ട്രോൺ ഈസി ആയിട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇനി അടുത്തത് ഈ 2 ഇലക്ട്രോൺസ് ആണ് വിട്ടുകൊടുക്കേണ്ടത്. പക്ഷേ എസ്സിൽ നിന്നും ആ 2 ഇലക്ട്രോൺ ഈസി ആയിട്ട് വിട്ടുകൊടുക്കുന്നില്ല. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എസ് ഇലക്ട്രോൺ നന്നായിട്ട് ന്യൂക്ലിയസിനടുത്തേക്ക് പെനട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെനട്രേഷൻ എഫക്റ്റ് എസ്സിന് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് എഫിലും ഡിയിലും ഒക്കെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ എഫ് ഓർബിറ്റലിനും ഡി ഓർബിറ്റലിനും സ്ക്രീനിങ് എഫക്റ്റ് വളരെ കുറവാണ്. അതായത് ഈ ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ നിന്നുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ തടഞ്ഞു നിർത്തണം. അങ്ങനെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി എഫിനും ഡിക്കും ഒക്കെ കുറവാണ്. സ്ക്രീനിങ് എഫക്റ്റ് എഫ് ഓർബിറ്റലിന് വളരെ കുറവാണ്, ഡിക്കും കുറവാണ്. മാക്സിമം സ്ക്രീനിങ് എഫക്റ്റ് എസ്സിനാണ് ഉണ്ടാവുക, പിന്നെ പിക്ക്, അത് കഴിഞ്ഞിട്ടാണ് ഡിക്കും എഫിന് ലീസ്റ്റാണ്. ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജിനെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി എഫിന് കുറവാണ്, ലീസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഡിക്കും കുറവ് തന്നെ. അപ്പോൾ എഫിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും, എഫിലല്ല ന്യൂക്ലിയസിനകത്ത്, കാരണം അത്രയും അറ്റോമിക് നമ്പർ കൂടിയിട്ടുണ്ട്. അറ്റോമിക് നമ്പർ താലിയത്തിൻ്റെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും പോസിറ്റീവ് ചാർജ്, അത്രയും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ന്യൂക്ലിയസിനകത്തുണ്ട്, അത്രയും പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, വാലൻസ് ഇലക്ട്രോണിനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ അട്രാക്ഷനെ തടഞ്ഞു നിർത്തുന്നത് ഈ ഇന്നർ ഇലക്ട്രോൺസ് ആണ്. പക്ഷേ ഇന്നർ ഇലക്ട്രോൺസിന് അട്രാക്ഷനെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോഴെന്ത് ചെയ്യും, വാലൻസ് ഇലക്ട്രോണിനെ നന്നായിട്ട് പിടിച്ചു വെക്കുന്നത് കൂടുതലും എസ് ഇലക്ട്രോൺസിനെ ആയിരിക്കും. അപ്പോൾ എസ് ഇലക്ട്രോൺസ് എന്താണ്, കമ്പാരിറ്റീവ്ലി ഇനേർട്ടാണ്. എസ് ഇലക്ട്രോൺ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ എസ് ഇലക്ട്രോൺ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പി ഇലക്ട്രോൺസ് ആണ് കൂടുതലും റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. ഫിനോമിന തന്നെയാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഹെവിയർ എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് പ്രിഫർ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മറ്റൊരു കാര്യമുള്ളത്, 13th ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ 13th ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ വരുന്ന ആദ്യത്തെ എലമെൻറ്റ്സ്, 13th ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ എലമെൻ്റായ ബോറോൺ, 14th ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ എലമെൻ്റായ കാർബൺ. ഈ സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റ്സിന്, പി ബ്ലോക്കിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും പ്രത്യേകതയാണ് ബോറോൺ, കാർബൺ, അടുത്ത ഇതിനപ്പുറം വരുന്ന നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ്റെ ഒക്കെ പ്രോപ്പർട്ടി തന്നെ. സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റ്സിന് മറ്റുള്ള എലമെൻറ്റ്സിനെ അപേക്ഷിച്ച് ഒരു അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്. മറ്റുള്ള എലമെൻറ്റ്സിനെ അപേക്ഷിച്ച് ഡിഫറൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഇതിൽ അലൂമിനിയം എടുത്താൽ, അല്ലെങ്കിൽ ഇവിടെ സിലിക്കൺ എടുക്കുകയാണെങ്കിൽ സിലിക്കണും അലൂമിനിയത്തിനും ഒന്നും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി ബോറോണിനും കാർബണിനും ഒക്കെ ഉണ്ട്. സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻ്റ് ആയതുകൊണ്ടാണ്. ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി സബ്ഷെൽ, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ.
ഇതിന് ശേഷം വരുന്ന എല്ലാ എലമെൻസും, അതായത് ബോറോൺ സെക്കൻഡ് പീരീഡിന് ശേഷം വരുന്ന 14th ഗ്രൂപ്പിൽ സെക്കൻഡ് പീരീഡിന് ശേഷം വരുന്ന സിലിക്കൺ, ജെർമേനിയം, ഈ എലമെൻസിനൊക്കെ ഡി ഓർബിറ്റൽസ് ഉണ്ട്. പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഡി ഓർബിറ്റൽസ് ഉണ്ട്. എന്നാൽ ആദ്യത്തെ എലമെൻസിന് ഡി ഓർബിറ്റൽ ഇല്ല. സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻസിനകത്ത് എന്തില്ല? ഡി ഓർബിറ്റൽസ് ഇല്ല. കാരണം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2p 1 2 6 വരും അല്ലേ? ബോറോൺ ആണെങ്കിൽ 2s2 2p1 2s2 2p1 വരും. കാർബൺ ആണെങ്കിൽ 2s2 2p2 വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സെക്കൻഡ് പീരീഡിലാണ്, സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. സെക്കൻഡ് ഷെല്ല് എസ് ഓർബിറ്റലും പി ഓർബിറ്റലും മാത്രമേ ഉള്ളൂ. അതിൽ ഡി ഓർബിറ്റൽസ് ഇല്ല. എന്നാൽ അതേസമയത്ത് അലൂമിനിയം ആണെങ്കിൽ തേർഡ് പീരീഡിലാണ്. തേർഡ് പീരീഡിൽ 3s ഓർബിറ്റൽ ഉണ്ട്, 3p ഓർബിറ്റൽ ഉണ്ട്, അവിടെ 3d ഓർബിറ്റൽസും ഉണ്ട്. ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. തേർഡ് പീരീഡ് ആണെങ്കിൽ തേർഡ് ഷെല്ലിനകത്ത് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഡി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ ആ ഡി ഓർബിറ്റലും കൂടി ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോവാലൻസി 4ൽ കൂടുതൽ വരാം. ഇവിടെ ബോറോൺ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എസ് ഓർബിറ്റലും പി ഓർബിറ്റലും മാത്രമേ ഉള്ളൂ. എസ് ഓർബിറ്റലും പി ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അയാളുടെ ഹൈബ്രിഡൈസേഷൻ sp3 മാത്രമേ വരുള്ളൂ. sp3 എന്ന് പറയുമ്പോൾ എത്ര വാലൻസി വരും? 3 1 4. കോവാലൻസി, മാക്സിമം കോവാലൻസി വരാൻ സാധ്യതയുള്ളത് 4 ആണ്. ഓക്കെ, ആർക്ക്? ബോറോണിന് അല്ലെങ്കിൽ കാർബണിന് ഒക്കെ മാക്സിമം കോവാലൻസി 4 ആണ്. കോവാലൻസി എന്ന് വെച്ചാൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും എത്ര മറ്റുള്ള എലമെൻസിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ബോറോൺ ആണെങ്കിൽ BF, ബോറോൺ എഫ് ഫ്ലൂറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ബോറോണിന് 4 ഫ്ലൂറിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, BF4. പക്ഷേ അതിൻ്റെ വാലൻസി 3 ആയതുകൊണ്ട് BF4 മൈനസ് എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ഒരു നെഗറ്റീവ് ചാർജ് കൂടി അവിടെ കൊടുക്കേണ്ടി വരും. BF4 മൈനസ് മാത്രമേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം BF4 മൈനസിൽ ബോറോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ sp3 ആണ് വരിക. ഇനി അതേസമയത്ത് അലൂമിനിയം തൊട്ട് താഴെ വരുന്ന എലമെൻ്റാണ് അലൂമിനിയം. അലൂമിനിയം ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ AlF6 വരെ ഫോം ചെയ്യാം. AlF6 6 ഫ്ലൂറിനെ ആഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ കോവാലൻസി 6 ആണ്. അലൂമിനിയം +3 തന്നെയാണ്. അപ്പോൾ ചാർജ് 3- ബാക്കി വരും. 6 ഫ്ലൂറിനുള്ളതുകൊണ്ട് 3- ചാർജ് വരും. ഹൈബ്രിഡൈസേഷൻ അവിടെ എന്ത് വന്നു? sp3d2 എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡൈസേഷൻ വന്നു ഇതിനകത്തുള്ള അലൂമിനിയം മെറ്റലിന്. sp3d2 വരുമ്പോൾ 2d 3p 1s 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാകും. 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ 6 ഫ്ലൂറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടാൻ ആരും കൂടി വേണം? ഡി ഓർബിറ്റലും കൂടി ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ഡി ഓർബിറ്റൽ ഇവിടെ ഇല്ല. അപ്പോൾ മാക്സിമം sp3 മാത്രമേ പറ്റുള്ളൂ. sp3d ഓർ sp3d2 ഇതുപോലുള്ള ഹൈബ്രിഡൈസേഷനും സെക്കൻഡ് പീരീഡിൽ പറ്റില്ല. ദർഫോർ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഷോസ് മാക്സിമം കോവാലൻസി ഓഫ് 4. അതർ എലമെൻറ്റ്സ് ഷോസ് എബോവ് 4. കോവാലൻസി 4നേക്കാൾ കൂടുതൽ കാണിക്കാം. അത് 5 ആകാം, 6 ആകാം, അതിൻ്റെ മുകളിലേക്ക് പോകാം. 4ൽ കൂടുതൽ കാണിക്കാം. 4ഉം കാണിക്കാം കേട്ടോ. 4 കാണിക്കാൻ പാടില്ല എന്നല്ല, 4ഉം കാണിക്കാം, 4ൽ കൂടുതലും കാണിക്കാം. എന്നാൽ ഇവർ 4 മാത്രമേ കാണിക്കുള്ളൂ. മാക്സിമം കോവാലൻസി ഫോർ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഈസ് 4. അത് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിൻ്റെ ഒരു അനോമലസ് പ്രോപ്പർട്ടിയാണ്, ഒരു ഡിഫറൻറ്റ് പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഡസ് നോട്ട് ഹാവ് ഡി ഓർബിറ്റൽ. അത് സെക്കൻഡ് പീരീഡ് ആണ്. 2s ഉം 2p മാത്രമേ ഉള്ളൂ. ഡി ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് തന്നെ ദ ഡസ് നോട്ട് ഷോസ് മാക്സിമം കോവാലൻസി. ദ ഷോസ് മാക്സിമം കോവാലൻസി ഓഫ് 4. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സിന് മൾട്ടിപ്പിൾ ബോൺസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതും ഒരു അനോമലസ് പ്രോപ്പർട്ടിയാണ്, ഡിഫറൻറ്റ് പ്രോപ്പർട്ടിയാണ് വരുന്നത്. മൾട്ടിപ്പിൾ ബോൺസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി സെക്കൻഡ് പീരീഡിൽ കാർബൺ എടുത്തു കഴിഞ്ഞാൽ, എലമെൻറ്റ് കാർബൺ സെക്കൻഡ് പീരീഡിലാണല്ലോ, കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ കാർബൺ ട്രിപ്പിൾ ബോൺസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റാണ്. അതേസമയത്ത് തൊട്ട് താഴെ വരുന്ന സിലിക്കണിന് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ജർമേനിയത്തിനില്ല, കാർബണിന് മാത്രമേ ഉള്ളൂ. പിന്നെ കാർബൺ കഴിഞ്ഞ് അടുത്ത വരുന്ന നൈട്രജൻ ഉണ്ട്. അടുത്ത ഗ്രൂപ്പാണ് കാർബൺ 14, 15th ഗ്രൂപ്പിൽ നൈട്രജൻ ട്രിപ്പിൾ ബോൺസ് ഫോം ചെയ്യും. N ട്രിപ്പിൾ ബോണ്ട് N ഫോം ചെയ്യാറുണ്ട്. ഇനി കാർബണും നൈട്രജനും കൂടി ചേർന്ന് സയനൈഡ്, അതും ട്രിപ്പിൾ ബോണ്ടാണ്, ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
കാർബണും ഓക്സിജനും കൂടി ചേർന്ന് സി ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രോപ്പർട്ടിയൊക്കെ ആർക്കാണുള്ളത്? സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻ്റാണ്. 16th ഗ്രൂപ്പിൽ ആദ്യത്തെ എലമെൻ്റാണ് ഓക്സിജൻ. ഓക്സിജൻ്റെ താഴെ സൾഫർ ഉണ്ട്. സൾഫർ സാധാരണ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എസ് ഡബിൾ ബോണ്ട് എസ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഇല്ല. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. താഴെ വരുന്ന ഫോസ്ഫറസ് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതുപോലുള്ള പ്രോപ്പർട്ടിയും ആര് കാണിക്കുന്നു? സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് കാണിക്കുന്നു. ഇറ്റ്സ് ജനറലി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് പി പൈ. ഈ ഡബിൾ ബോണ്ടിനെ പൈ ബോണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും പൈ ബോണ്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ കാർബണിൻ്റെ ഡബിൾ ബോണ്ടിന് കാരണം കാർബണിൻ്റെ പി ഓർബിറ്റൽ ഷെയർ ചെയ്തിട്ടാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. കാർബണിൻ്റെ പി ഓർബിറ്റൽ ഷെയർ ചെയ്ത് പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. പി പൈ ബോണ്ട് എന്നാണ് അതിന് പറയുക. കാർബണിൻ്റെ പി ഓർബിറ്റൽ പരസ്പരം ഷെയർ ചെയ്തുള്ള ബോണ്ട് പി പൈ മൾട്ടിപ്പിൾ ബോണ്ട്. ഇതും അങ്ങനെ തന്നെ. കാർബണിൻ്റെ പിയും ഈ കാർബണിൻ്റെ പിയും പി പൈ മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഇത് കാർബണിൻ്റെ പിയും ഓക്സിജൻ്റെ പിയും പി പൈ ഇതൊക്കെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ പി പൈ ബോണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കപ്പാസിറ്റി ആർക്കുണ്ട്? സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഉണ്ട്. ചില മെറ്റൽസും കാണിക്കും കേട്ടോ. ഡി ഓർബിറ്റലും ഇതുപോലെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഡി പൈ ബോണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഡി പൈ ബോണ്ട് ഫോം ചെയ്യും. അതൊക്കെ ഫോം ചെയ്യുന്നതാണ്. ജനറലി പി ബ്ലോക്കിൽ സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണ് കൂടുതലും മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നത്. കാർബണൊക്കെ നന്നായിട്ട് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്ന ഒരുപാട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പി ബ്ലോക്കിൽ ജനറലായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, അതിലെ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്, അതാണ് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് ഹീലിയം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവർ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 13th ഗ്രൂപ്പ് NS2 NP1, ഇത് NS2 NP2. 15th ഗ്രൂപ്പ് NS2 NP. വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഫിൽ ചെയ്താണ്. 16th ഗ്രൂപ്പ് NS2 NP4. 17th ഗ്രൂപ്പ് NS2 NP5. 18th ഗ്രൂപ്പ് NS2 NP6. എക്സെപ്റ്റ് ആര്? ഹീലിയം. ഹീലിയത്തിന് അതല്ല, നിയോൺ മുതലാണ് അങ്ങോട്ട്. ഹീലിയം 1s2 മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത് എങ്കിൽ ആ 3 ഇലക്ട്രോൺസിനെയും വിട്ടുകൊടുത്ത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസി. ഇതാകെ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. 4നെയും വിട്ടുകൊടുത്ത് +4 ഓക്സിഡേഷൻ, അതാണ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണാൻ സാധ്യതയുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 5 ഇലക്ട്രോൺ +5, 6 ഇലക്ട്രോൺ +6, 7 ഇലക്ട്രോൺ +7 ആൻഡ് 8 ഇലക്ട്രോൺ +8 വരെ കാണിക്കാം നോബിൾ ഗ്യാസ്. അതുമാത്രമല്ല വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. അതായത് അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബോറോണിന് +3 കാണിക്കുന്നു എന്ന് പറഞ്ഞു, +1ഉം കാണിക്കാം. അല്ലെങ്കിൽ ബോറോണിൻ്റെ ഒഴികെ മറ്റുള്ള എലമെൻറ്റ്സ് ഒക്കെ ഇല്ലേ, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒക്കെ +1 കാണിക്കുള്ളൂ. കാർബൺ +4 കാണിക്കും. അതിന് പുറമെ +2ഉം -4ഉം കാണിക്കാം. അതുപോലെ നൈട്രജൻ +5 കാണിക്കും, +3ഉം -3ഉം കാണിക്കാം. ഓക്സിജൻ +6 കാണിക്കും, +4, +2, -2 ഒക്കെ കാണിക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഏകദേശം ഒരു യൂണിറ്റ് ഡിഫറൻസ് എത്രയാണ്? +4 ഉണ്ട്, +6 ഉണ്ട്, +2 ഉണ്ട്. +2, +4, +6, 2 യൂണിറ്റിൻ്റെ ഡിഫറൻസാണ് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തമ്മിലുള്ളത്. +2 കഴിഞ്ഞ് പിന്നെ +3 ഇല്ല, +4 ഉള്ളൂ. +4 കഴിഞ്ഞ് +5 ഇല്ല, +6 ഉള്ളൂ. അപ്പോൾ അവർ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് വിത്ത് എ ഡിഫറൻസ് ഓഫ് 1 യൂണിറ്റ്, 2 യൂണിറ്റ്. ഫ്ലൂറിന് ഇതുപോലെ +7 എല്ലാവരും കാണിക്കുന്നതാണ്. +7 കാണിക്കും. അതിന് പുറമെ -1 ആണ് കോമൺ ഫ്ലൂറിൻ്റെ. +1, +5, +3 ഒക്കെ കാണിക്കാം. അതുപോലെ നോബിൾ ഗ്യാസും അതുപോലെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പി ബ്ലോക്കിൽ ജനറലായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഇതിൽ ഓരോ ഗ്രൂപ്പ്സും എടുത്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ആരേ ഉള്ളൂ? ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയും മാത്രമേ ഈ വർഷം നമുക്ക് നോക്കാനുള്ളൂ. അപ്പോൾ ഓരോ ഗ്രൂപ്പ്സും സെപ്പറേറ്റ് ആയിട്ട്, ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയും അതിനകത്തുള്ള എലമെൻസും അവരുടെ കോമ്പൗണ്ട്സും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ. 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. കണ്ടു. ബോറോൺ ഫാമിലി, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇതാണ് എലമെൻറ്റ് ബി. ബോറോൺ, ആദ്യത്തെ എലമെൻറ്റ് ബോറോൺ. അലൂമിനിയം Al, അലൂമിനിയം ആൻഡ് Ga, ഗാലിയം. In, ഇൻഡിയം ആൻഡ് Tl, താലിയം. ബോറോൺ വരുന്നത് സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻ്റാണ് ബോറോൺ. തേർഡ് പീരീഡിലുള്ള എലമെൻ്റാണ് അലൂമിനിയം. 4th പീരീഡിൽ ഗാലിയം. 5th പീരീഡിൽ ഇൻഡിയം ആൻഡ് 6th പീരീഡിൽ വരുന്ന എലമെൻ്റാണ് താലിയം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 13th ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കുന്ന എലമെൻറ്റ്സ്. ഓക്കെ. ഇതിൽ ബോറോണും അലൂമിനിയവുമാണ് കാര്യമായിട്ട്
എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ബോറോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓർത്തോബോറിക് ആസിഡ് ആയിട്ടാണ്. ബോറോണിൻ്റെ പ്രധാനപ്പെട്ട മിനറൽസ് ആണിത്. ഓർത്തോബോറിക് ആസിഡ് ഉണ്ട്, ഓർത്തോബോറിക് ആസിഡ് H3BO3 അതാണ് ഓർത്തോബോറിക് ആസിഡ്, ബോറോണിൻ്റെയാണ്. പിന്നെ ബൊറാക്സ്, ഇമ്പോർട്ടൻ്റ് ആയ ബോറോണിൻ്റെ ഒരു മിനറലാണ് ബൊറാക്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ് ബൊറാക്സ്. ബൊറാക്സിൻ്റെ ഫോമുല Na2B4O7.10H2O. ബൊറാക്സ് വളരെ പ്രധാനപ്പെട്ട ബോറോണിൻ്റെ ഒരു മിനറലാണ് ബൊറാക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വരുന്നത് കെർണൈറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. കെർണൈറ്റ് ഫോമുല വരുന്നത് Na2B4O7.4H2O. Na2B4O7.4H2O. ഇതൊക്കെയാണ് ബോറോണിൻ്റെ പ്രധാനപ്പെട്ട മിനറൽസ്. ഇതിൽ ബൊറാക്സ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ കണ്ടുവരുന്ന ലഡാക്കിലെ പ്യുഗ വാലി എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അതുപോലെ രാജസ്ഥാനിലെ ഒരു ലേക്കാണ് സംഹാർ ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ, സംഹാർ ലേക്ക്. ഈ സംഹാർ ലേക്കിലാണ് സാധാരണ ബൊറാക്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ബോറോണിന് 2 പ്രധാനപ്പെട്ട ഐസോട്ടോപ്പ് ഉണ്ട്, ബോറോൺ 10ഉം ബോറോൺ 11ഉം, 10 and 11. അതിൽ ബോറോൺ 10 അറൗണ്ട് 11% മാത്രമേ ഉള്ളൂ, ബാക്കി വരുന്ന 89%ഉം ബോറോൺ 11 ആണുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട എലമെൻ്റാണ് അലൂമിനിയം ബോക്സൈറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. Al2O3.2H2O ബോക്സൈറ്റ്. അലൂമിനിയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മിനറലാണ് ബോക്സൈറ്റ്, ഓറാണ് ബോക്സൈറ്റ്. ക്രയോലൈറ്റ് ആണ് രണ്ടാമതൊരു മിനറൽ, ക്രയോലൈറ്റ് Na3Al(F6). അലൂമിനിയം എർത്ത് ക്രസ്റ്റിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് അലൂമിനിയം എന്ന് പറയുന്നത്. 3rd മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻ്റാണ് അലൂമിനിയം, അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടൻ്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് അലൂമിനിയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 13th ഗ്രൂപ്പ്. അവർ രണ്ടുപേരുമാണ് കാര്യമായിട്ട് എക്സിസ്റ്റൻസ് ഉള്ളത്, ബാക്കിയുള്ളവരൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്കിനി നോക്കണം. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ പഠിക്കാനുണ്ട്.